ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ ഇതേ നോക്കിയേ, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ 4 പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടക്സ് എവിടെയാണ്? സർക്കിളിലെ 4 പോയിന്റ്സ് ആണ്. ക്ലിയർ? അപ്പോൾ ഞാൻ ഈ ക്വാഡ്രിലാറ്ററലിന് ഒരു പേര് കൊടുക്കുന്നു, എ ബി സി ഡി. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതെ, എയും സിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ബിയും ഡിയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൺസിഡർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ഈ എ സി അങ്ങ് ജോയിൻ ചെയ്യുന്നു. ഇത് നോക്കിയേ, ഞാൻ എ സിയെ ജോയിൻ ചെയ്തു. എ സിയെ ജോയിൻ ചെയ്തപ്പം ഈ എ സി എന്ന് പറയുന്ന ഇതെന്താണ്? ഈ ഒരു സർക്കിളിലെ കോഡാണ് അല്ലേ. അപ്പം ഈ കോഡ് നമ്മുടെ ഈ സർക്കിളിനെ എന്താണ്? 2 പാർട്സ് ആക്കി മാറ്റി അല്ലേ. അപ്പം ഇവിടെ നമുക്കൊരു സെഗ്മെന്റ് കിട്ടും, ഇവിടെ ഒരു സെഗ്മെന്റ് കിട്ടും. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരു സെഗ്മെന്റിന്റെ ആംഗിളും അതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിന്റെ ആംഗിളും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇത് എ സി ഒരു കോഡാണ്. ഇത് എ സിയുടെ ഈ സെഗ്മെന്റിലുള്ള ആംഗിളാണ് ബി, ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലുള്ള ആംഗിളാണ് ഡി അല്ലേ. അപ്പം ആംഗിൾ ബിയും ആംഗിൾ ഡിയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്താണ്? 180 ഡിഗ്രി കിട്ടും. തിരിച്ച് നമുക്ക് കൺസിഡർ ചെയ്യാം, ബി ഡി ഞാൻ ജോയിൻ ചെയ്യുന്നു. ബി ഡി ജോയിൻ ചെയ്താൽ എന്താ? ഈ ബി ഡി എന്ന് പറയുന്നത് ഈ സർക്കിളിലെ കോഡാണ് അല്ലേ. അപ്പോൾ 2 പാർട്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു ഈ സർക്കിളിനെ. അപ്പോൾ എന്ത് നമുക്ക് കിട്ടും? ഇവിടെ ഒരു സെഗ്മെന്റ് കിട്ടും, ഈ ബി ഡിയുടെ ഇവിടെ ഒരു സെഗ്മെന്റ് കിട്ടും. അപ്പോൾ ഈ ബി ഡിയുടെ ഈ സെഗ്മെന്റിലുള്ള ആംഗിൾ എന്ന് പറയുന്ന ഈ സിയും ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലുള്ള ഈ എ എന്ന് പറയുന്ന ആംഗിൾ എയുടെ ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം? ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. നമുക്ക് പറയാം, ഈ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടക്സിൽ കൂടി നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും അല്ലേ. വെറുതെ നമുക്ക് എല്ലാ ക്വാഡ്രിലാറ്ററൽ കൂടിയും സർക്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി വരുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടക്സിൽ കൂടി നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? സർക്കിൾ വരയ്ക്കാൻ പറ്റും. ുള്ള 4 വെർട്ടക്സ് സർക്കിളിലുള്ള പോയിന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. തിരിച്ചും നമുക്ക് പറയാം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? അപ്പം സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ എക്സാമ്പിളാണ് റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ നോക്കാം, ഒരു റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന് എക്സാമ്പിൾ ആണ് അല്ലേ. എങ്ങനെ? അത് ഇതിൻ്റെ ആംഗിൾസ് എന്തായിരിക്കും? നമുക്ക് 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് 90 + 90 എന്ത് വരും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ഐസോസിലസ് ട്രപ്പീസിയം ഒന്ന് നോക്കാം. നെക്സ്റ്റ് നോക്കിയേ, ഒരു ഐസോസിലസ് ട്രപ്പീസിയം ഉണ്ട് അല്ലേ. ഈ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ എന്താ സൈക്ലിക് ആണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും അല്ലേ. ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഇത് രണ്ടും പാരലൽ ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഇനി ഇത് ഐസോസലസ് ആണെങ്കിൽ എന്താ? ഈ പാരലൽ അല്ലാത്ത 2 സൈഡ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഐസോസലസ് ട്രപ്പീസിയം എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ട്രപ്പീസിയത്തിൻ്റെ എന്താണ്? ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും.
ബേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ദേ ഇവിടെയും ഇവിടെയും ഈക്വൽ ആയിരിക്കും. ഞാൻ ഇതിനൊരു പേര് കൊടുക്കുന്നു, എ ബി സി ഡി. ബേസ് ആംഗിൾസ് എപ്പോഴും എന്താണ്? ഈക്വൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്തായിരിക്കണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ദേ നോക്കി, ഈ ലൈൻ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇതിങ്ങനെ പോകും. അപ്പം ഇവിടെയും അതുപോലാണല്ലോ. അപ്പം ഈ എയും ഡിയും എന്താ? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എ ബി പാരലൽ ടു ഡി സി ആണ്. പിന്നെന്തെഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ത് വരും? 180 ഡിഗ്രി വരും. എന്തുകൊണ്ടാണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഈ ആംഗിൾ ഡിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. എന്താണ്? ബേസ് ആംഗിൾസ് ആണ് അല്ലേ? ബേസ് ആംഗിൾസ് ആയതുകൊണ്ട് ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. അപ്പം ഇവിടെ നമ്മൾ ആംഗിൾ ഡിക്ക് പകരം ആംഗിൾ സി എന്ന് കൊടുക്കാമല്ലോ. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? ഐസോസിലസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പേജ് നമ്പർ 55 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: calculate the angles of the quadrilateral shown below and also the angles between its diagonals. അല്ലേ? നമുക്ക് എന്താണ്? ഈ ക്വാഡ്രിലാറ്ററിലുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. പിന്നെ എന്താ? ഈ ഡയഗണൽസിൻ്റെ ഇവിടെയുള്ള ആംഗിൾസും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിനെല്ലാം ഒന്ന് പേര് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? എ ബി സി ഡി. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾസ് എല്ലാം എടുത്ത് എഴുതാം. ആംഗിൾ ബി ഡി സി അല്ലേ? ആംഗിൾ ബി ഡി സി ഈക്വൽ ടു എത്ര കിട്ടും? 50 ഡിഗ്രി. നെക്സ്റ്റ് നമുക്ക് എന്താ തന്നേക്കുന്നത്? ആംഗിൾ ഡി ബി സി. ഡി ബി സി ഈക്വൽ ടു എത്ര കിട്ടി? 45 ഡിഗ്രി. ഇനി ആംഗിൾ ഡി സി എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 30 ഡിഗ്രി. ഇത്ര നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കി, ഈ ബി ഡി സി എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ബി സി എന്ന് പറയുന്ന ഒരു കോഡിലുണ്ടാകുന്ന ആംഗിൾ അല്ലേ? അപ്പം ദേ നോക്കി, സി എന്ന് പറയുന്ന ഈ കോഡ്, ഈ കോഡിൻ്റെ ഇവിടെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്, ബാക്കി ഇത്രയും പോർഷൻസും മറ്റൊരു സെഗ്മെൻ്റ് ആണ് അല്ലേ? ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ ബി സിയുടെ ബി ഡി സി എന്ന് പറയുന്ന ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കോഡിലെ ഇപ്പുറത്ത് ഈ സെഗ്മെൻറ്റ്സിലുള്ള ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ആംഗിൾ ബിയും സിയിലും തുടങ്ങുന്ന വേറൊരു ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ? അതേതും ബി എ സി അല്ലേ? അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എന്താണെന്ന് എഴുതാം? 50 ഡിഗ്രി എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബി ഡി സി ആയതുകൊണ്ട് ഈ ബിയും സിയും എൻഡ് പോയിന്റ്സ് വരുന്നത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ബി എ സി ഈക്വൽ ടു 50 ഡിഗ്രി. എന്താ റീസൺ വരുന്നത്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഡി ബി സി. അപ്പം ഈ രണ്ട് എൻഡ് പോയിന്റ്സ് നോക്കുക. ഡി സി ആ വരുന്നത് അല്ലേ? അപ്പം ഡി സി എന്ന് പറയുന്ന കോഡ് നമ്മൾ നോക്കുക. ഡി സി എന്ന് പറയുന്ന കോഡിലുള്ള ഒരു ആംഗിളാണ് ഡി ബി സി. അപ്പം ഈ ഡി സി തുടങ്ങുന്ന, അതായത് ഡിയും സിയിലും തുടങ്ങുന്ന മറ്റൊരു ഈ സെഗ്മെൻറ്റിലെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡി തൊട്ട് തുടങ്ങുക, എ സി അല്ലേ? അപ്പം ഡി എ സി ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടും? 45 ഡിഗ്രി. അപ്പം എങ്ങനെ എഴുതാം? ആംഗിൾ ഡി എ സി ഈക്വൽ ടു 45 ഡിഗ്രി. റീസൺ എന്താ? ഈ സെയിം റീസൺ തന്നെ, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്. നെക്സ്റ്റ് ഡി സി എ ആണ് അല്ലേ? ഡി സി എ. അപ്പം ഡിയും എയും ആണ്
സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കോഡ് അല്ലേ, DA ആണ് നമ്മുടെ കോഡ്. അപ്പം എന്താണ്, ഡിയിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഏത് വരും, DBA. അപ്പം ഈ ആംഗിൾ എന്ത് വരും, 30 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ എങ്ങനെ എഴുതാം, ആംഗിൾ DBA ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. റീസൺ ഇത് തന്നെ, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്. ക്ലിയർ? ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ആംഗിൾ A കിട്ടി അല്ലേ. അപ്പം ആംഗിൾ A കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ A ഈസ് ഈക്വൽ ടു എന്തെഴുതാം, 45 പ്ലസ് 50 ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 95 ഡിഗ്രി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും, 180. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 180 കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ A പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ നമുക്ക് ആംഗിൾ A എന്ത് കിട്ടി, 95 അല്ലേ. 95 പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അവിടെ നിന്ന് ആംഗിൾ സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 180 മൈനസ് ഈ 95 അപ്പുറത്ത് പോകുമ്പോൾ -95. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 85 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ സി മൊത്തത്തിൽ നമുക്ക് എന്ത് കിട്ടി, 85 എന്ന് കിട്ടി അല്ലേ. അപ്പം ഇവിടുത്തെ DCA എന്ന് പറയുന്നത് 30 കിട്ടി. മൊത്തം ആംഗിൾ സി നമുക്ക് എത്ര കിട്ടി, 85 കിട്ടി അല്ലേ. അപ്പം നമുക്ക് ACB എന്ന് പറയുന്ന ഈ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. സോ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു എന്ത് വരും, 85 മൈനസ് 30 ഈക്വൽ ടു എന്ത് കിട്ടും, 55 ഡിഗ്രി. അപ്പോൾ എന്താ, ACB എന്നുള്ള ഈ ആംഗിൾ നമുക്ക് 55 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് എന്തറിയാം, ഈ ബിയും ഡിയും കൂടെ ആഡ് ചെയ്താൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയേക്കുന്നത്, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 30 പ്ലസ് 45 75 ഡിഗ്രിന്ന്. അപ്പോൾ നമുക്കിവിടെ എഴുതാം 75 പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 180 മൈനസ് 75 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 105. അപ്പം ഈ ആംഗിൾ ഡി മൊത്തത്തിൽ നമുക്ക് എന്ത് കിട്ടി, 105 കിട്ടി. ഇവിടെ വരെ എന്താണ്, BDC എന്ന് പറയുന്നത് എന്താണ്, 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ADB കണ്ടുപിടിച്ചൂടെ. ആംഗിൾ ADB ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, 105 മൈനസ് 50 അല്ലേ. അപ്പം എന്ത് കിട്ടും, 55 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 55 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് എല്ലാം കിട്ടി അല്ലേ. അപ്പം ആംഗിൾ A നമുക്ക് എന്ത് കിട്ടി, ആംഗിൾ A 95 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ B എന്ത് കിട്ടി, 25 എന്ന് കിട്ടി. ആംഗിൾ സി നമുക്ക് എന്ത് കിട്ടി, 85 എന്ന് കിട്ടി. ആംഗിൾ ഡി എന്ത് കിട്ടി, 5 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ ഡയഗണൽസിൻ്റെ ആംഗിൾസ് അല്ലേ. അപ്പം നോക്കിയേ, ഞാൻ ഈ ഒരു ഇവിടെ ഒരു ഡയഗണൽസിൻ്റെ ഇവിടെ O എന്ന് പേര് കൊടുത്തു. അപ്പം DOC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇവിടെ 2 ആംഗിൾസ് ഉണ്ട് അല്ലേ. അപ്പം ഈ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ 2 കൂടെ ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്താൽ മതി അല്ലേ. എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ ട്രയാങ്കിൾ DOC ആംഗിൾ DOC ഈസ് ഈക്വൽ ടു 180 മൈനസ് ഇത് 2 കൂടി ആഡ് ചെയ്യണം, 50 പ്ലസ് 30. അപ്പം എന്ത് കിട്ടും, 180 മൈനസ് 8 ഈക്വൽ ടു 100. അപ്പം നമുക്ക് ഈ ആംഗിൾ 100 എന്ന് കിട്ടി അല്ലേ. ഇത് 100 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും, AOB എന്ന് പറയുന്ന ആംഗിൾ എത്ര ആയിരിക്കും, 100 ആയിരിക്കും. എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പം എങ്ങനെ എഴുതാം, ആംഗിൾ AOB ഈക്വൽ ടു 100. ബ്രാക്കറ്റിൽ റീസൺ എഴുതിക്കൊള്ളുക,
ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഈ ഡയഗണൽസിൻ്റെ ഈ രണ്ട് ആംഗിൾസ് കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് ആംഗിൾസ് കിട്ടണം അല്ലേ. അപ്പം ഈ ആംഗിൾ നോക്കിയേ, AOD അല്ലേ. AOD കൺസിഡർ ചെയ്താൽ നോക്കിയേ, ഇവിടെ വരെ 100 ആണ് അല്ലേ. അപ്പം ഇതെന്താണ്, ഒരു ലീനിയർ പെയർ ആണ്. അപ്പം ഇവിടെ മൊത്തം എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഈ 180ന്ന് 100 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ആംഗിൾ കിട്ടും അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ AOD ഈസ് ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു എന്ത് വരും, 80 ഡിഗ്രി. റീസൺ എന്താ, ലീനിയർ പെയർ. നമുക്ക് ഇവിടെ 80 കിട്ടി. ഇവിടെ 80 കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്താ, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ. അപ്പം അത് എന്ത് കിട്ടും, 80 ഡിഗ്രി കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ BOC ഈക്വൽ ടു 80 ഡിഗ്രി. റീസൺ എന്താ, ഓപ്പോസിറ്റ് ആംഗിൾസ്. നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ. നമ്മൾ എല്ലാ ആംഗിൾസും കിട്ടി, എല്ലാ ഡയഗണൽസിൻ്റെ ആംഗിൾസും കിട്ടി. ഓക്കെ, ക്ലിയർ. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ the outer angle at any vertex is equal to the inner angle at the opposite vertex. അല്ലേ, പിക്ചർ ഒന്നും തന്നിട്ടില്ല. ഞാൻ വേണ്ട ഒരു സർക്കിൾ വരച്ചു, സർക്കിളിനകത്തൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു അല്ലേ. ഇനി ഇതിൻ്റെ ഏതെങ്കിലും വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ എന്താ നീട്ടി വരയ്ക്കുക. വരച്ചാൽ എന്താ നമുക്ക് കിട്ടും, ഔട്ടർ വെർട്ടെക്സ് കിട്ടും അല്ലേ. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ വരയ്ക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. അപ്പം ഞാൻ ദേ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പം ദേ ഈ ഔട്ടർ വെർട്ടെക്സിൻ്റെ ആംഗിൾ എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ അകത്തുള്ള ഇന്നർ ആംഗിൾസ്, ഓപ്പോസിറ്റ് വരുന്ന ഇന്നർ ആംഗിൾസിൻ്റെ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇതിനൊരു പേര് കൊടുക്കുന്നു, ABCD, ഇവിടെ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നോക്കിയേ, ഈ ADCയും ABCയും എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ്, ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി. അപ്പോൾ എഴുതാം, ആംഗിൾ ADC പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു 180 ഡിഗ്രി. ക്ലിയർ. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് Bയും Dയും അല്ലേ. അപ്പോൾ ഇത് രണ്ടിൻ്റെ സം എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കിയേ, ഈ ലൈനിനകത്ത് ഇതെന്താണ്, ഒരു ലീനിയർ പെയർ ആണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ABCയും ആംഗിൾ CBയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 180 കിട്ടും അല്ലേ. അപ്പോൾ ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ രണ്ട് ഇതിൻ്റെയും റൈറ്റ് സൈഡ് 180 ആണ് അല്ലേ. അപ്പം നമുക്ക് ഇത് രണ്ട് ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ. അപ്പം എങ്ങനെ എഴുതാം, ആംഗിൾ ADC പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE. ഇപ്പം രണ്ടിടത്തും ABC ക്യാൻസൽ ചെയ്തു പോകും. അപ്പം എന്ത് കിട്ടും, ആംഗിൾ ADC ഈക്വൽ ടു ആംഗിൾ CBE. നോക്കിയേ, ADC ഏതാ, ADC ഈ ആംഗിള് ഈക്വൽ ടു CBE ഈ ആംഗിള്. ഇതല്ലേ കിട്ടിയത്. അപ്പം നമുക്ക് എന്താ, നമുക്കിതായിരുന്നല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എന്ത് എഴുതണം, ഇന്നർ ആംഗിൾ അറ്റ് വെർട്ടെക്സ് D is equal to outer angle at vertex B. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.